DP17 ചെയ്യാൻ പോകുന്നത്. ഫാൻ ഓഫ് വായിക്കാം, ക്വസ്റ്റ്യൻ വായിക്കല്ലേ. ABC Limited manufacture and sell 4 types of product under the brand name ABCD. അപ്പോൾ ക്ലാസ്മേറ്റ്സ് ആണെന്ന് വിചാരിക്കുക. നോട്ട്ബുക്കൊക്കെ മാനുഫാക്ചർ, അവർക്ക് എന്തുണ്ട്? നോട്ട്ബുക്ക് ഉണ്ട്, ഡയറി ഉണ്ട്, പെന്നുണ്ട്, പിന്നെ എന്തുണ്ട്? പെൻസിലുണ്ട്. ഇങ്ങനെ 4 പ്രൊഡക്റ്റാണെന്ന് വിചാരിച്ചോളൂ. അവരുടെ സെയിൽസ് മിക്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 33.33, 41.67, 16.67, 8.33. എന്താണെന്ന് മനസ്സിലായ? അഥവാ നോക്കുക, ടോട്ടൽ സെയിൽസ് ഒരു 2 lakh ആണെങ്കിൽ, എക്സാമ്പിൾ, ഇങ്ങനെയാണ് അവരുടെ എന്ത് ഡിസ്ട്രിബ്യൂഷൻ വരിക. എങ്ങനെ? എക്ക്, ബിക്ക്, സിക്ക്, ഡിക്ക്, അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ഓക്കെ അല്ലേ? എക്ക് എത്ര പെർസെൻറ്റേജാണ്? 33.33. അങ്ങനെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ഓൾ. ദ ടോട്ടൽ ബഡ്ജറ്റഡ് സെയിൽസ്, വേണ്ട, ഇവിടെ 2 lakh ഇടണ്ട. ടോട്ടൽ ബഡ്ജറ്റഡ് സെയിൽസ് എത്രയാണെന്ന് മനസ്സിലായി? 60,000 ആണ്. ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അത് എത്ര പെർസെൻറ്റേജിന് തുല്യം? 100%. ഇനി ഓരോരുത്തർക്ക് വീതിക്കുന്നതിനെ കുറിച്ച് പറയണ്ടല്ലോ, വേണോ? 60,000 ഇൻറ്റു എത്ര ശതമാനം? 33.33%. അങ്ങനെ വരും. ദെൻ അടുത്ത് വാരിയബിൾ കോസ്റ്റ് ആസ് പെർ, അതിൽ തെറ്റുണ്ട് എന്തെങ്കിലും? ഒരു മാസം ആയിക്കോട്ടെ, കുഴപ്പമില്ല, അതുകൊണ്ട് പ്രശ്നം. മാസത്തായാലും മാസം കുഴപ്പമില്ലല്ലോ. ഒരു 3 മാസത്തെ എന്നാൽ 3 മാസത്തേന്ന് വിചാരിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ അല്ലേ? 1 വർഷത്തേന് 1 വർഷത്തേന്ന് വെച്ചാൽ മതി. അതിന് വേറെ കാൽക്കുലേഷനൊന്നുമില്ല. 1 വർഷത്തേക്കുള്ള 1 മാസത്തെ തന്നു എന്ന് വിചാരിച്ചിട്ട് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തിട്ട് 12 അടിക്കൊന്നും വേണ്ടാന്ന്. ഓക്കെയാണോ? അടുത്തേതാണ് വേരിയബിൾ കോസ്റ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ്. വേരിയബിൾ കോസ്റ്റ് സെല്ലിംഗ് പ്രൈസിൻ്റെ എത്ര ശതമാനമാണ്? 60, 68, 80, 40. ഫിക്സ്ഡ് കോസ്റ്റ് ടോട്ടൽ എത്ര വന്നിട്ടുണ്ട്? 14,700 പെർ മന്ത്. അപ്പോൾ ഒക്കെ പെർ മന്താണ് തന്നിട്ടുള്ളത്. പിന്നെ അടിയിൽ പറയുന്ന കാൽക്കുലേറ്റ് ബ്രേക്ക് ഇവൻ പോയിന്റ് ഫോർ ദ പ്രൊഡക്റ്റ് ഓൺ ആൻ ഓവറോൾ ബേസിസ്. അണ്ടർലൈൻ ദ വേർഡ് ഓവറോൾ ബേസിസ്. ഓക്കെ അല്ലേ? എന്താ അങ്ങനെ ഒരു ടേം ഉപയോഗിക്കാൻ കാരണം എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. ഓവറോൾ ബേസിസ് എന്നതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഫിക്സഡ് കോസ്റ്റ് ഓരോ പ്രൊഡക്റ്റിൽ നിന്നും ലെസ് ചെയ്യാൻ കഴിയില്ല. പറ്റുമോ? കാരണം എന്താ? ഫിക്സ്ഡ് കോസ്റ്റ് മൊത്തം 14,700 എന്നല്ലേ തന്നിട്ടുള്ളൂ. എയുടെ എത്രയാ, ബിയുടെ എത്രയാ, സിയുടെ എത്രയാ, ഡിയുടെ എത്രയാന്ന് തന്നിട്ടില്ലല്ലോ. ഓക്കെ അല്ലേ? ഇപ്പോൾ ഫാക്ടറി സൂപ്പർവൈസറുടെ സാലറിയാണ് 14,700 എന്ന് വിചാരിക്കുക. ഓക്കെയാണോ? ഈ ഫാക്ടറി സൂപ്പർവൈസർ എ, ബി, സി, ഡി ഈ 4 പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർവിഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് കാണാൻ പറഞ്ഞില്ല എന്താണ്? ബ്രേക്ക് ഇവൻ പോയിൻ്റാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പ്രൈമറിലി നമുക്ക് എന്ത് ചെയ്യാം? എഴുതി വെക്കാം. എന്താ ബ്രേക്ക് ഇവൻ പോയിൻ്റ് കാണേണ്ട ഇക്വേഷൻ? ഓക്കെ, ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഈസ് ഈക്വൽ ടു ഏതാ? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അഥവാ ആരുടെ പി വി റേഷ്യോ? ഒരു കമ്പൈൻഡ് പി വി റേഷ്യോ കാണാം. ഏതാണ്? കമ്പൈൻഡ്. ഓവറോൾ പി വി റേഷ്യോ എന്നൊക്കെ പറയില്ലേ അല്ലേ? അതിന് കമ്പൈൻഡ് എന്നോ അല്ലെങ്കിൽ വെയ്റ്റഡ്, അതാണ് നല്ലൊരു ടേം. വെയ്റ്റഡ് പി വി റേഷ്യോ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് അറിയാം. എത്രയാണ്? 14,700. ഇനി ഏതും കൂടെ കിട്ടിയാലും മതി, ഡിനോമിനേറ്റർ കൂടെ കിട്ടിയാൽ മതി. ഓക്കെ, ഡിനോമിനേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. എന്ത് കാണാൻ? കമ്പ്യൂട്ടേഷൻ ഓഫ്, പറയൂ, വെയ്റ്റഡ് പി വി റേഷ്യോ. ഓക്കെ, പി വി റേഷ്യോ കാണാൻ എന്താ ഇക്വേഷൻ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെ ഒക്കെ എന്ത് കാണണം? കോൺട്രിബ്യൂഷൻ കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ? ടേബിൾ സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? പർട്ടിക്കുലർ എ, ബി, സി, ഡി, ടോട്ടൽ. എ, ബി, സി, ഡി, പിന്നെ ഏതാ? ടോട്ടലാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. ടോട്ടലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടത്? പി വി റേഷ്യോ കാണേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എന്താണ്? ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏതാണ്?
ടോട്ടൽ സെയിൽസ് ഇൻറ്റു 100. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് ഫില്ല് ചെയ്യല്ലേ, ഏതൊക്കെ പ്രൊഡക്റ്റ് ABCD ആയില്ലേ, അതിൻ്റെയൊക്കെ പേഴ്സൻറ്റേജൊക്കെ ഉണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ആദ്യം നമുക്ക് എന്തെഴുതാം, സെയിൽസ് എഴുതാം അല്ലേ. സെയിൽസ് തന്നിട്ടുള്ളത് യൂണിറ്റിലാ റുപ്പീസിലാണ്? റുപ്പീസിലാണ്. ഓക്കെ അല്ലേ, കുഴപ്പമില്ലല്ലോ, പ്രശ്നമില്ല. അപ്പോൾ സെയിൽസിൻ്റെ ടോട്ടൽ ഇവിടെ എഴുതാം 60,000. ഇനി കാൽക്കുലേഷൻ എങ്ങനെ, 60,000ൻ്റെ എത്ര പെർസെൻറ്റേജാണ്? 33. ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് 33.33 എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് 1/3 എന്ന് എടുത്താൽ പോരെ, എളുപ്പമല്ലേ. അപ്പോൾ ഇതിൻ്റെ എത്ര എടുക്കുക, 1/3 എടുക്കുക. അപ്പോൾ എത്ര വരും, 1/3 20,000. ഓക്കെ അല്ലേ, ക്ലിയർ. ഇനി അടുത്ത് 60,000ൻ്റെ ഇൻറ്റു അടുത്ത് പറയും 41 പറയടാ 41.67%. എത്ര വരും, 41.6 25. റൗണ്ട് ചെയ്തിട്ട് 25 ആക്കാം അല്ലേ. ദെൻ അടുത്ത ഏതാണ്, 60,000ൻ്റെ എത്ര ശതമാനമാണ്? 16.67%. റൗണ്ടഡ് ഫിഗർ പറയും 10,000. അടുത്തത് 16,000ൻ്റെ 60 ആണല്ലേ, 60,000ൻ്റെ എത്ര? 8.33%. റൗണ്ട് ചെയ്തിട്ട് 5,000. ഇതൊക്കെ കൂടെ കൂട്ടിയാലുള്ളത് നമുക്കറിയാം എത്രയാ, 60. ആ 60 കിട്ടുന്നുണ്ടോ നോക്കി ടോട്ടൽ ചെയ്തിട്ട്. ദെൻ സെയിൽസിൽ നിന്ന് എന്താ ലെസ് ചെയ്യേണ്ടത് നോക്കളെ, വാരിയബിൾ കോസ്റ്റ്. വാരിയബിൾ കോസ്റ്റ് ഇവർ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ കണ്ടിന്യൂ ചെയ്ത് വായിക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്, വാരിയബിൾ കോസ്റ്റ് വായിക്കും. എത്ര പറയുന്നത് പറ. പേഴ്സൻറ്റേജ് ഓൺ സെയിൽസാണ്. അപ്പോൾ നിങ്ങൾ സെയിൽസ് ഇവിടെ അറിയാലോ, ഇതിൻ്റെയൊക്കെ എത്ര പെർസെൻറ്റേജ് എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ 20,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് അവിടെ, 60%. എത്ര വരും, 12,000. ഓക്കെ അല്ലേ. അപ്പോൾ തന്നെ എന്തും കണ്ടെത്താം, കോൺട്രിബ്യൂഷനും കണ്ടെത്താം. 12,000 20 എന്ന് പോലെ എത്ര വരും, 8,000. ദെൻ അടുത്തേതാ പറയും, 25,000ൻ്റെ എത്ര പെർസെൻറ്റേജാണ്, 68%. എത്ര വരും, 17 അല്ലേ, 17,000. അപ്പോൾ എത്ര വരും, 8,000 വരും. ദെൻ അടുത്തത് 10,000ൻ്റെ എത്ര പെർസെൻറ്റേജാണ്, 80%. എത്ര വരും, 8,000 വരും. അപ്പോൾ 2,000 ആയിരിക്കും കോൺട്രിബ്യൂഷൻ. അടുത്ത് 5,000ൻ്റെ എത്ര പെർസെൻറ്റേജാണ്, 40%. എത്ര വരും, 2,000. അപ്പോൾ 3,000 ആയിരിക്കും ഏത്, കോൺട്രിബ്യൂഷൻ. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്ര വരും പറയും, 21,000. പോരെ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു മുകളിൽ പറ, ഇക്വേഷൻ എന്തായിരുന്നു, ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 അല്ലേ. അപ്ലൈ അല്ലേ. 21,000 ഡിവൈഡഡ് ബൈ 60,000 ഇൻറ്റു 100 എത്ര പെർസെൻറ്റേജ് വരും, 35%. മുകളിൽ കൊണ്ടുപോയിട്ട് ഇട്ടൂടെ, 35% ഇവിടെ എഴുതിയാൽ എത്ര വരും, this is what is the final answer. Okay, സിമ്പിൾ അല്ലേ.